എന്റെ സ്ട്രെങ്ത് ഉപയോഗിച്ച് ബിൽഡിംഗ് പൊളിക്കുന്നു. പക്ഷേ ദിവസം മുഴുവൻ ജോലി ചെയ്തിട്ട് 800 രൂപ മാത്രം. അവഞ്ചേഴ്സിൽ സൂപ്പർ ഹീറോ ആയിരുന്നു, ഇവിടെ ഡെമോളിഷൻ വർക്കർ. എന്റെ വെബ് പവർ ഉപയോഗിച്ച് തേങ്ങ പറിക്കുന്നു. ഒരു തേങ്ങയ്ക്ക് വെറും 5 രൂപ. ന്യൂയോർക്കിൽ ഞാൻ വില്ലന്മാരോട് പോരാടി, ഇവിടെ ഞാൻ തേങ്ങകളുമായി പോരാടുന്നു. കേരളത്തിലെ മികച്ച പെസ്റ്റ് കൺട്രോൾ സർവീസ്. ഞാൻ ഉറുമ്പുകളോട് സംസാരിക്കും, അവർ മറ്റു പ്രാണികളോടും. വീട്ടൊന്നിന് വെറും 200 രൂപ. സാൻ ഫ്രാൻസിസ്കോയിൽ ഞാൻ ടെക് വിദഗ്ധനായിരുന്നു, ഇവിടെ ഞാൻ. ഈ പണി എത്ര കഷ്ടമാണ്. ദിവസം മുഴുവൻ കല്ല് പൊട്ടിക്കുന്നു, പക്ഷെ സാലറി 500 രൂപ മാത്രം. അസ്ഗാർഡിൽ ഞാൻ ദേവനായിരുന്നു, ഇവിടെ കല്ലുകൊത്തി. ചേട്ടാ, എന്റെ വട കൂടെ തരുമോ? ഞാൻ കടികൾ ഉണ്ടാക്കാൻ എന്റെ ക്ലോ ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു വടക്ക് 5 രൂപയെ കിട്ടുന്നത്. എന്തൊക്കെയാണോ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? നിങ്ങൾ ഇതിന് ഫൈൻ അടക്കേണ്ടി വരും. സോറി സർ, ഇനി ആവർത്തിക്കില്ല. എല്ലാ ദിവസവും ചായല കയറി ഇറങ്ങി. കിലോയ്ക്ക് 20 രൂപ മാത്രം. ക്രിപ്റ്റണിൽ നിന്ന് വന്ന് ഇവിടെ ചായല തൊഴിലാളിയായി. സൂപ്പർമാൻ അല്ല, സൂപ്പർ വർക്കർ. ഞാനിപ്പോ കേരളത്തിലെ ഏറ്റവും ധനികനായ സൂപ്പർ ഹീറോയാണ്. ഈ മാസം 5 തവണ എന്റെ വൃക്ക ദാനം ചെയ്തു, ഓരോന്നിനും 2 ലക്ഷം രൂപ. എന്റെ പുനരുജ്ജീവന ശക്തിയാണ് എന്റെ ATM മെഷീൻ. ഇന്നലെ രാത്രി മുഴുവൻ കള്ള് എത്തി, ലിറ്ററിന് 40 രൂപ മാത്രം. ഗോതം സിറ്റിയിൽ ഞാൻ കുറ്റവാളികളെ പിടികൂടുമായിരുന്നു, ഇവിടെ ഞാൻ കള്ള് എത്തുന്നു. അമേരിക്കയിലായിരുന്നെങ്കിൽ ഇതിലും ഭേദമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഞാൻ കഠിനമായ ജോലിയാണ് ചെയ്യുന്നത്. അവരെന്നെ ഉപയോഗിച്ച് ധാരാളം വൈദ്യുതി ലാഭിക്കുന്നുണ്ട്, എന്നിട്ട് വെറും 50 രൂപയാണ് എനിക്കുന്നുണ്ട്. എന്റെ മത്സ്യ സുഹൃത്തുക്കളെ ടൂർ ഗൈഡുകളായി ഉപയോഗിക്കുന്നു. അവർ വിനോദസഞ്ചാരികൾക്ക് മികച്ച സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ ഒരു യാത്രയ്ക്ക് 6 മണിക്കൂറിന് 500 രൂപ മാത്രം. കേരളത്തിലെ ഏറ്റവും വേഗതയേറിയ ഫുഡ് ഡെലിവറി. റെസ്റ്റോറന്റിൽ നിന്ന് ഉപഭോക്താവിലേക്ക് 30 സെക്കൻഡ്. പക്ഷെ സൊമാറ്റോ ഒരു ഡെലിവറിക്ക് 15 രൂപ മാത്രമാണ് തരുന്നത്. പ്രകാശത്തേക്കാൾ വേഗത്തിൽ ഓടുന്നു. ഞാൻ ഒരു സമയം 10 ചാക്കുകൾ എടുക്കും. മറ്റു തൊഴിലാളികൾ ഒരു ദിവസം മുഴുവൻ പണിയെടുക്കുമ്പോൾ ഞാൻ 1 മണിക്കൂറിൽ തീർക്കും. വേഗം പണി തീർക്കാൻ നോക്കും.